ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറച്ച് കുഞ്ഞു ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള കർട്ടൻ ഉണ്ടാവും. കർട്ടൻ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പണിയാണിത്. ചുരുട്ടിയിട്ട് ജനലിൻ്റെ അഴിക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള കുഞ്ഞു ബണ്ണുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. പിന്നെ ഈ ബണ്ണ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ റബ്ബർ ബാൻഡ് എടുത്താലും മതി കേട്ടോ. ഞാനൊരു ബണ്ണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കർട്ടൻ ആ ബണ്ണിനുള്ളിലൂടെ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ചുരുട്ടി വെക്കുന്ന പോലെ വൃത്തികേടില്ലാതെ നല്ല സേഫായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടാമത്തെ രീതിയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ബണ്ണ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഫ്ലവർ രൂപത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം ബണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മടങ്ങി കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലേക്ക് മടങ്ങി കിടക്കുന്ന ഭാഗമൊക്കെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊരു കുഞ്ഞ് കട്ടനായിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. വലിയ കട്ടൻ അതുപോലെ കളർഫുൾ കട്ടനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. സാധാരണയായിട്ട് നമ്മൾ ബുക്കൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ച ഭാഗത്തൊരു അടയാളം വെക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പേജ് മടക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ആ പേജ് നിവർന്നു പോയാൽ നമ്മൾ അടയാളം വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. ഒരു പക്ഷേ ഒരു പേജ് നമ്മുടെ മെമ്മറിയിലില്ലെങ്കിൽ പിന്നീട് നമ്മളത് തിരഞ്ഞെടുക്കുക തന്നെ വേണം. എന്നാൽ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സ്ലൈഡാണ് കേട്ടോ. നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പേജ് നമ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ മുന്നോട്ടോ പിറകോട്ടോ കുറച്ച് പേജ് കൂടുതൽ എടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സ്ലൈഡ് ഈ ഒരു രൂപത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ വശത്തും വെച്ച് കൊടുക്കാം കേട്ടോ. മുകളിലായാലും ഈ ഒരു ഭാഗത്തായാലും നമുക്ക് ആ വായിച്ച് വെച്ചിട്ടുള്ള പേജ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇത്. താഴെ വീഴുകയോ ഊരിപ്പോവുകയോ ഒന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേജ് കണ്ടെത്താൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കിച്ചണിലെ ചുമരിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു കുഞ്ഞു ഹോളുണ്ട്. ഇത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് പോകും. ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കാണ് കേട്ടോ. ഈ ഒരു ഹോളിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് ആക്കി കൊടുക്കുന്നത്. ആ ഒരു ഹോൾ കവർ ചെയ്യുന്ന രീതിയിൽ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് കൈവച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ളൊരു കാർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കാർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ആയാൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ഹോള് അടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് തന്നെ സെറ്റ് ആയിക്കോളും. സാധാരണ നമ്മൾ പേസ്റ്റൊക്കെ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ട് കട്ടയായിട്ട് പോകാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കട്ടയായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെയൊക്കെ കയ്യിൽ അതേ കളറ് അക്രോളിക് പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ കഴിയാറായിട്ടുള്ള പേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പേസ്റ്റ് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ ഇതുപോലെ 2 സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേസ്റ്റ് കവറിനുള്ളിലുള്ള പേസ്റ്റ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ രണ്ടും ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ 2 സ്ലൈഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സ്ലൈഡിൻ്റെ 2 സൈഡും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വശത്തുണ്ടാകുന്ന പേസ്റ്റെല്ലാം നമുക്ക് മുന്നിലേക്ക് കിട്ടും. മാത്രമല്ല ഒട്ടും പേസ്റ്റ് വേസ്റ്റ് ആവാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വശത്തേക്ക് എല്ലാ പേസ്റ്റും എത്തിയിട്ടുണ്ട്. എന്നാൽ അടിവശത്താണെങ്കിൽ ഒട്ടും പേസ്റ്റ് ഇല്ലതാനും. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഞാൻ റിബണിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതുപോലെ കീപ്പ് ചെയ്യുന്ന സമയത്തൊന്ന് താഴെ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിങ്ങിൽ നിന്നും റിബണൊക്കെ വേർപെട്ട് പോവാറുണ്ട്. പിന്നീട് അത് മടക്കി വെക്കുക എന്നൊക്കെ ഉള്ളത് കുറച്ചൊരു പണിയാണല്ലേ. റിബൺ നല്ലപോലെ ചുറ്റിയെടുത്തതിന് ശേഷം 2 റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് സേഫായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു റബ്ബർ ബാൻഡ് ഈ ഒരു രീതിയിലും നേരെ ഓപ്പോസിറ്റിൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡ് തന്നെ മതി. എന്നാലും ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ആ ഒരു റിബണ്
ഡിസോർഡർ ആവുകയൊന്നുമില്ല. നമുക്കത് എടുത്ത് വെച്ചാൽ മാത്രം മതി, മടക്കി വെക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഗ്യാസ്. ഇന്ന് ഒക്കെ ഗ്യാസ് ഇല്ലാത്ത വീട് വളരെ ചുരുക്കമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 മാസമൊക്കെ നിൽക്കുന്ന ഗ്യാസ് 1 മാസം കൊണ്ടൊക്കെ തീർന്നു പോവാറുണ്ട്. ചില സമയത്ത് ബർണർ കത്താനൊക്കെ നല്ല പാടായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊടിയും അഴുക്കൊക്കെ ആകുന്നൊരു ഭാഗം തന്നെയാണ് ഗ്യാസ് സ്റ്റൗ. മാത്രമല്ല കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കറി ആയാലും ഒക്കെ തിളച്ച് ബർണറിനുള്ളിലേക്ക് അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ കത്താൻ നല്ല പാടായിരിക്കും. അപ്പോൾ അതുപോലെ ബർണറിനുള്ളിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ കത്തുന്ന പോലെ കത്താതെ ചെറുതായിട്ടാണ് കത്തുക. ഇങ്ങനെ ചെറുതായിട്ട് കത്തുമ്പോൾ ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാവുകയും പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബർണർ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് വിനെഗറും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശം കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കിച്ചണിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നൈറ്റിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, എണ്ണമയമൊക്കെ ഉണ്ട്. ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വിനെഗറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതെല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണമയാണെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നീങ്ങി കിട്ടും. മാത്രമല്ല ആ ഒരു പ്ലേറ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ കറകളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് അഴുക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിനെഗർ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉറുമ്പൊക്കെ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ വശത്തേക്കും ആ ഒരു മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പ് എനിക്ക് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുപ്പ് മാത്രമല്ല ഈ ഒരു മിക്സി വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പും ഊൺമേശയൊക്കെ തുടച്ചെടുക്കാം. ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന പൊടി ഈച്ചകളും ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അടുപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ബർണർ കൂടി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അത് ഞാൻ ഈ ഒരു സൊല്യൂഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ആ സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു തുണി ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു കളർ മാറിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കണ്ടോ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ബർണറിൽ. ഇതാണ് ഞാൻ ഈ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഇട്ട് വെച്ചേക്കാണ്. നിങ്ങൾക്കതിന് സമയമില്ല എങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളത് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു ബർണർ ക്ലീൻ ചെയ്തെടുത്തതാണ്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നല്ല രീതിയിൽ തന്നെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര അഴുക്ക് പിടിച്ച ബർണർ ആയിക്കോട്ടെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുള്ള ബർണർ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്കൊക്കെ പോയി ബർണർ നല്ലപോലെ ക്ലീൻ ആവുകയും നന്നായിട്ട് കത്തുകയും ചെയ്യും. അതിലുപരി ഗ്യാസിനൊക്കെ വില വർദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് ഒത്തിരി നാൾ ഗ്യാസ് വേസ്റ്റ് ആവാതെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.